എല്ലാവർക്കും വലിയ നമസ്കാരം. എന്തെടുക്കുന്നു? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു പ്രത്യേക കാര്യമായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് സ്പെഷ്യലായിട്ടുള്ളൊരു കുക്കിംഗ് വ്ലോഗാണെന്ന്. നമ്മുടെ നാട്ടിലെപ്പോഴും നമ്മൾ ഉണ്ടാക്കുന്ന ഉപ്പുമാവ് ഉണ്ടാക്കാൻ പോകുന്നത്. സോ കുറേ നാളായി ഞാൻ വിചാരിക്കണം ഉണ്ടാക്കുന്നത്. നമ്മുടെ വറുത്തരവ് ഞാൻ മേടിച്ച് വെച്ചിട്ട് കുറേ നാളായി ബട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതില്ല. ബട്ട് എൻ്റെ ഒരു ടെസ്റ്റോട് കൂടിയാണ് ഞാനത് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ ഉപ്പുമാവ് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്തിട്ട് അങ്ങനെ ഒരു ഡിഫറെൻ്റ് ആയിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മഞ്ഞ നിറത്തിലാണ് ഇരിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. സോ നിങ്ങൾ കാണണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. അതുപോലെ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വാച്ച് ചെയ്യണമെങ്കിൽ മസ്റ്റായിട്ട് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് പറയുക, ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം. ഇത് കണ്ടിട്ട് ഞാൻ ഉണ്ടാക്കുന്ന വിഭവത്തെക്കുറിച്ച് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടുന്നത് എനിക്ക് ഇന്നുണ്ടാക്കാൻ പോണത് നമ്മുടെ നാട്ടിൽ സ്ഥിരം നമ്മളെപ്പോഴും ഉണ്ടാക്കി കഴിക്കുന്ന ഒരു വിഭവമാണ് കേട്ടോ. അപ്പോൾ എന്താണ് നമുക്ക് വഴിക്ക് കാണാം. സോ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നമ്മുടെ യൂഷ്വൽ വിഭവമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത് കേട്ടോ. ഇന്ന് സാധനം കണ്ടോ? ഇത് കണ്ടപ്പോൾ ഏകദേശം മനസ്സിലായി കാണാം ഞാൻ എന്തായിരിക്കും ഉണ്ടാക്കാൻ പോണേന്ന്. വേറൊന്നുമില്ല, നമ്മുടെ നാട്ടിൽ എപ്പോഴും നമ്മൾ ഉണ്ടാക്കി കഴിക്കുന്ന റവ വച്ചിട്ടുള്ള നമ്മുടെ നല്ലൊരു ഉപ്പുമാവ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ ഷോപ്പിൽ പോയ സമയത്ത് മേടിച്ച ഉപ്പുമാവാണ്. ഇത് റോസ്റ്റഡ് റവ എന്നാണ് എഴുതിയിരിക്കുന്നത്. ബട്ട് എങ്കിൽ കൂടിയും ഞാൻ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചട്ടി ഞാൻ ഇവിടെ വെച്ചേക്കുവാണ്. ഈ ചട്ടി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇത് ആദ്യമായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വറുത്ത് ഒരു ഹാഫ് വറുത്തെടുക്കാം കേട്ടോ. അപ്പം ഞാൻ റവ പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇച്ചിരി ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ നമ്മുടെ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഇനി എണ്ണ ചൂടായി വന്നു കഴിയുമ്പോൾ നമുക്ക് ഇച്ചിരി കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം എണ്ണ ഏകദേശമൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി പതുക്കെ ഒന്ന് റെഡിയായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ബാലൻസ് ഉള്ള കാര്യങ്ങളൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൽ ഫസ്റ്റായിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്ന കറിവേപ്പിലയും അതുപോലെ തന്നെ നമ്മുടെ കട്ട് ചെയ്ത് വെച്ചേക്കണം ഒനിയനും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ വെജിറ്റബിൾ നന്നായിട്ട് സോട്ടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനുള്ളിലേക്ക് നമ്മൾക്ക് ഞാൻ ആഡ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ഐറ്റമാണ് മുട്ട. ജസ്റ്റ് ഒരു മുട്ട നമുക്കൊന്ന് അടിച്ചിട്ട് അല്ലെങ്കിൽ അല്ലാതെ റോ ആയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അതൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് വേകുന്ന വരെ നമുക്കൊന്ന് എന്താ പറയുക ഒന്ന് ഇതാക്കിയെടുക്കാം, ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. നല്ലതാണ് മുട്ട ചേർക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചേർക്കുന്നത്. കോക്കനട്ട് കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊരു കുറച്ച് ആ തേങ്ങയുടെ ചുവ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാൻ വെളിച്ചെണ്ണയല്ല ചേർത്തത്, അപ്പോൾ അതുകൊണ്ട് തേങ്ങയുടെ അത് വെച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് അടിപൊളിയായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ജസ്റ്റ് ഒരു എന്താ പറയുക അതെല്ലാം കൂടെ ഒന്ന് വെന്ത് കിട്ടാൻ പറ്റുന്നത്. അപ്പോൾ അതിന് ശേഷം നമുക്ക് അത്യാവശ്യമായിട്ട് നമ്മൾ ഉപ്പുമാവിൽ ചേർക്കുന്ന പോലെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഒത്തിരി ചേർക്കാൻ പാടില്ല. അത്യാവശ്യം നമുക്കറിയാമല്ലോ എന്തൊക്കെയാണ് എന്തോരം വേണ്ടതെന്നൊക്കെ ഉള്ളത്. അതനുസരിച്ച് ചേർത്ത് കൊടുത്ത് അത് നന്നായിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. നല്ല ഇതായിട്ട് വേവിച്ചെടുക്കുക. കണ്ടോ നന്നായിട്ട് തിളയൊക്കെ വന്നില്ലേ? തിള വന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നോക്കേണ്ട കാര്യമില്ല. ഓടിപ്പോയി നമുക്ക് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന നമ്മുടെ റവ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് റവ ഇട്ട് കൊടുത്തിട്ട് അത് ഇളക്കി പിടിപ്പിച്ച് നന്നായിട്ട് വേവിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ റവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല വറുത്ത റവയാണ് ഇട്ട് കൊടുത്ത് ഏകദേശം നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഫൈനലി ഏറ്റവും എളുപ്പമുള്ള അത് നമ്മുടെ ഉപ്പുമാവ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. കറക്റ്റ് ഒരു കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചായയും അതുപോലെ തന്നെ ഞാൻ എഗ്ഗ് കുറുമ പോലെ ഉണ്ടാക്കിയ അപ്പം അതും കൂടെ കൂട്ടിയിട്ട് കഴിക്കാൻ പോകണം കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണം കേട്ടോ.